വലിയേട്ടൻ എന്നാണെന്ന് പറയുമ്പോ പണിതിരാത്ത വീട്ടിൽ നിന്നും ആ വീടുള്ള സ്ഥലത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും ഒരാളെത്താണ്. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. ദൈന്റെ ഒരു മണിമാളിക ആ നാട്ടിൽ ഉയരുന്നുണ്ട്. സംഭാവനകൾ കുമാരാകുമ്പോൾ വീട് ഒന്നും കൂടെ ഗംഭീരമാകും. ദയവ് ചെയ്ത് എല്ലാവരും പരിപാടികൾ എല്ലാവരുടെ സംഭാവന സ്വീകരിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ആ നാട്ടിൽ നിന്നാണ് ആളെത്താൻ പോകുന്നത്. പക്ഷെ ഈ ആളെ വലിയേട്ടന് അറിയാം. എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ നേരത്തെ ഇവിടെ എന്തോ കണ്ടപ്പോ ഇവിടെ കുറെ വെറൈറ്റി പേരുകളുള്ള ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിൽ അമ്പിളിമാമൻ എന്നർത്ഥം വരുന്ന ഒരു പേരുണ്ട് നമുക്ക്. എന്താ രവി ചേച്ചി അത്? ബ്രില്യൻ ഗേൾ പറയൂ. അമ്പിളിമാമൻ സെബാട്ടിയുടെ പകുതിയും പിന്നെ അമ്പിളിമാമനും അമ്പിളിമാമനും. ഹായ്. ഹായ് സെബാമൂൺ. തൃശ്ശൂർ എവിടെ വീട്? തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയോ? അടുത്ത് ഇരിഞ്ഞാലക്കുടയുടെ അടുത്ത് വള്ളിവട്ടത്ത്. ആ വള്ളിവട്ടത്ത് എനിക്ക് ആരോ അറിയാലോ. ആരോ മറന്നുപോയി. ആരോ അറിയാലോ വള്ളിവട്ടത്ത്. അത് പറഞ്ഞിട്ട് പരിപാടി തുടങ്ങും. മുന്നോട്ട് പോയാൽ മതി. ആരാന്നിപ്പോ അറിയണം ഞങ്ങൾക്ക്. വള്ളിവട്ടത്ത് ആരെ അറിയാം? വള്ളിവട്ടത്ത് ഒരു വള്ളി തെറ്റിയ ഒരു മനുഷ്യരുണ്ട്. അയാളാ ഓർമ്മയില്ല. ഇതൊരു വള്ളി കേസ് ആവരുത്. അപ്പൊ എന്തായാലും സഭയ്ക്ക് ഒരു പ്രൊഫൈൽ ഉണ്ട്. ആ പ്രൊഫൈൽ കണ്ടാലോ? സഭ നമുക്ക് വിശദമായിട്ട് അറിയണ്ടേ? കാണാം. തീർച്ചയായിട്ടും പ്രൊഫൈൽ കാണാം പ്ലീസ്. ഞാൻ സേബാമൂണിൻ്റെ അച്ഛനാണ്. പാട്ടവൾ ആദ്യമായിട്ട് പാടുന്നത് എനിക്ക് തോന്നുന്നു ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ ആയപ്പം ഏഴിലം പാലപ്പൂത്തു എന്നുള്ളൊരു പാട്ടില്ലേ, അത് ആണ് ടി വിയിൽ കണ്ടിട്ട് അവൾ പാടുന്നത് ആദ്യമായിട്ട്. അപ്പോൾ അത്യാവശ്യം പാടും എന്നുള്ളൊരു തോന്നൽ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അത് കഴിഞ്ഞ് ടോപ്പ് സിംഗർ സീസൺ 2 വന്നപ്പോൾ ഒരു 8 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് വന്നതും. സീസൺ 2 ഫൈനൽ ഫ്ലോറിൽ വരെ എത്തി, പക്ഷെ അന്ന് കിട്ടിയില്ല. അതിനുശേഷം ശരിക്കും പറഞ്ഞ ഒരു തീവ്ര പരിശീലനമായിരുന്നു. എങ്ങനെയെങ്കിലും ടോപ്പ് സിംഗർ ഇന്നാവുക, അതിൽ സെലക്ട് ആവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ജീവിത അഭിലാഷം തന്നെ. ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ട് ഒരു ട്രെയിനിങ്, പിന്നെ അങ്ങനെ ട്രെയിനിങ് പോയി. എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ നേരം പാട്ട് പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞ് സീസൺ 3 പോയിട്ട് ആ ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചില്ല. 4 വന്നിട്ട് ശരിക്കും വിഷമിച്ച് പോയി ഞങ്ങൾ. കാരണം കിട്ടും എന്തായാലും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അന്ന് ശരിക്കും ഭയങ്കര വിഷമം തോന്നി. തിരിച്ചു പോരുമ്പോൾ ആൾക്കും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഈ സീസൺ 5 വരുമ്പോൾ ആള് പറഞ്ഞു ഇനി ഞാൻ പോണോ? അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നിനക്ക് ഈ ഒരു ചാൻസ് ഉണ്ട്, നീ എന്ത് തന്നെയാലും പങ്കെടുത്തോ. ഇനി ഫൈനൽ ഓഡിഷൻ വരെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലോറിൽ കയറാലോ, MG സാർ ഉൾപ്പെടെയുള്ള ജഡ്ജസിനെയൊക്കെ നമുക്ക് നേരിട്ട് കാണാലോ, അവരായിട്ട് സംസാരിക്കാമല്ലോ. അതൊരു വലിയ ഭാഗ്യമല്ലേ. അപ്പോൾ എന്തായാലും നീ പങ്കെടുക്കണം, പങ്കെടുത്തേ പറ്റൂ. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി പറഞ്ഞ് അതിനുവേണ്ടി ശ്രമിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഈ സീസൺ 5 എത്തുന്നതും. അതിൽ സെലക്ട് ആയപ്പോൾ ഞങ്ങളുടെ ഇത്ര നാളത്തെ എല്ലാ വിഷമവും പോയി. ഞങ്ങൾ എടുത്ത ആ പണി, ആ പ്രയത്നം, ആ പ്രയത്നത്തിനുള്ള ഒരു ഫലം ഞങ്ങൾക്ക് കിട്ടി. അതിൻ്റെ വളരെയധികം സന്തോഷം. ഭയങ്കര ഒരാശയായിരുന്നു ഫ്ലോറിൽ കയറണം എന്നുള്ളത്. അങ്ങനെ അതിൽ കയറി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഭയങ്കര മിടുക്കത്തിന് എൻ്റെ മോള് ചെറുപ്പത്തിലേ തുടങ്ങി, കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി അപ്പം അപ്പനെ പഠിപ്പിക്കലാണ് അവൾക്ക് ജോലി. ഇത്രയ്ക്കൊക്കെ എത്തിയത് ഭയങ്കര സന്തോഷം. ഹായ്, ഞാൻ സെബാമൂണിൻ്റെ അമ്മയാണ്. അവൾ ചെറുപ്പം മുതലേ പാട്ട് പാടാറുണ്ടായിരുന്നു. ചേട്ടൻ കീബോർഡും പപ്പ ഫ്ലൂട്ടും വായിച്ച് അവൾ പാട്ട് പാടും. അങ്ങനെ 3 പേരും കൂടെ നന്നായി പ്രാക്ടീസ് ചെയ്ത് പോകാറുണ്ട്. ടോപ്പ് സിംഗർ സീസൺ 5 വേദിയിൽ അവൾ എത്തിയതിൽ നല്ല സന്തോഷമുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. കൊള്ളാലോ, കാലക്കല്ലേ? ആ നല്ല രസമുണ്ടായിരുന്നു. ഇമോഷണൽ പ്രകൃതി ഭംഗിയും കണ്ടപ്പോഴും വളരെ സന്തോഷം. നമ്മുടെ കണ്ണുകൾ വരെ അന്ന് ഈർന്നണിഞ്ഞു. കഷ്ടപ്പെട്ടാ വന്നതിന്റെ ആ പെയിൻ ആ കണ്ണുകളിലുണ്ടായിരിക്കും സംസാരിക്കുമ്പോ.
ഏത് പാട്ടാ ഇന്ന് പാടുന്നേ? തുറന്നിട്ട ജാലകങ്ങൾ. ആരാ അതിന്റെ ക്രിയേറ്റേഴ്സ്? മ്യൂസിക് ദേവരാജൻ മാഷ്, ലിറിക്സ് വയലാർ സാർ, പാടിയത് സുശീലമ്മ, സിനിമ ദത്തുപുത്രൻ, വർഷം 1970. വെരി ഗുഡ്. നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ, തൂവൽ കിടക്ക വിരിച്ചോട്ടെ, നാണത്തിൽ മുക്കുമീ മുത്തുവിളക്കിൻ്റെ മാണിക്യ കണ്ണൊന്നു പൊത്തിക്കോട്ടെ, തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ, തൂവൽ കിടക്ക വിരിച്ചോട്ടെ, നാണത്തിൽ മുക്കുമീ മുത്തുവിളക്കിൻ്റെ മാണിക്യ കണ്ണൊന്നു പൊത്തിക്കോട്ടെ, തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ. കുഞ്ഞിട്ട പട്ടുനൂറിക്കിടയിലൂടെ വെണ്ണിലാവിൻ തളിർവിരൽ തഴുകുമ്പോൾ, കുഞ്ഞിട്ട പട്ടുനൂറിക്കിടയിലൂടെ വെണ്ണിലാവിൻ തളിർവിരൽ തഴുകുമ്പോൾ, മഞ്ഞുമ്മ വച്ചു വിടർത്തുന്ന പൂക്കൾ തൻ മന്ദസ്മിതം കൊണ്ട് പൊട്ടുകുത്തും, മന്ദസ്മിതം കൊണ്ട് പൊട്ടുകുത്തും, ഞാൻ പൊട്ടുകുത്തും, തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ, തൂവൽ കിടക്ക വിരിച്ചോട്ടെ, നാണത്തിൽ മുക്കുമീ മുത്തുവിളക്കിൻ്റെ മാണിക്യ കണ്ണൊന്നു പൊത്തിക്കോട്ടെ, തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ. തിന്നലിൻ്റെ തേനരുവിക്കരയിലൂടെ എന്നേതോ കുളിർ വന്നു പൊതിയുമ്പോൾ, തിന്നലിൻ്റെ തേനരുവിക്കരയിലൂടെ എന്നേതോ കുളിർ വന്നു പൊതിയുമ്പോൾ, എല്ലാം മറക്കുമൊരു മാതലഹരിയിൽ എന്നിലെ ഞാൻ കാഴ്ചവെക്കും, എന്നിലെ ഞാൻ കാഴ്ചവെക്കും, മുന്നിൽ കാഴ്ചവെക്കും, തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ, തൂവൽ കിടക്ക വിരിച്ചോട്ടെ, നാണത്തിൽ മുക്കുമീ മുത്തുവിളക്കിൻ്റെ മാണിക്യ കണ്ണൊന്നു പൊത്തിക്കോട്ടെ, തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ് സെബ. വെരി നൈസ്. കുട്ടി എന്തോ കലക്കി. എന്തായിരുന്നു ഇവിടെ? പാട്ട്. പാട്ടായിരുന്നോ? ആഹാ, പാട്ടായിരുന്നു. കിട്ടിയിട്ട് മതിയാവാത്ത. ഓക്കെ, അപ്പൊ ആ പാട്ടിനെ കുറിച്ച് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. 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 നന്നായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ സെലക്ഷൻ കേട്ടോ.
സുശീലാമ്മയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്, പ്രത്യേകിച്ച് ദേവരാജ മാഷ്, വയലാർ സാറിൻ്റെ കൂട്ടുകെട്ട് നന്നായിരുന്നു. ആദ്യം ഒരു അവസാനം വരെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, വളരെ നന്നായിട്ട് പാടി. എനിക്ക് ആ ഒരേ ഒരു പ്രശ്നം തോന്നിയത് സംഗതികളുടെ സ്പീഡ്, അതൊന്ന് കുറച്ചൊന്ന് മയപ്പെടുത്തിയാൽ, കറക്റ്റ് നോട്ട്സും ഒന്ന് മയപ്പെടുത്തലും കൂടി ആയാൽ ഒന്നും കൂടി ഭംഗിയായിട്ട് മോൾക്കത് പാടാൻ. ഇപ്പം പാടില്ല എന്നല്ല, ഒന്നും കൂടി ഭംഗിയാക്കാം കേട്ടോ. അനുപല്ലവി ജസ്റ്റ് ഒന്ന് പാടാമോ? അനുപല്ലവി. തുന്നിട്ട പട്ടുഞോറിക്കിടയിലൂടെ വെണ്ണിലാവിൻ തളിർവിരൽ തഴുകുമ്പോൾ, തുന്നിട്ട പട്ടുഞോറിക്കിടയിലൂടെ വെണ്ണിലാവിൻ തളിർവിരൽ തഴുകുമ്പോൾ, മഞ്ഞും മറച്ചു വിടർത്തുന്ന പൂക്കൾ തൻ മന്ദസ്മിതം കൊണ്ട് പൊട്ടുകുത്തും, മന്ദസ്മിതം കൊണ്ട് പൊട്ടുകുത്തും, ഞാൻ പൊട്ടുകുത്തും, അതിന്റെ ഞാൻ ഞാൻ. അതിൻ്റെയൊക്കെ ഒരു പെർഫെക്ഷൻ കുറച്ചും കൂടി എന്തായാലും നല്ലതെന്ന് തോന്നി. ഇപ്പോൾ ടേക്കിൽ വന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയി മന്ദസ്മിതം ആ ഭാഗമൊക്കെ. അപ്പോൾ അതൊന്ന് ശരിയാക്കിയാൽ മതി. ശ്രുതിയൊക്കെ വളരെ നല്ല പെർഫെക്റ്റ് ആണ് മോളുടെ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സിംഗറാണ്. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോളുടെ സിംഗിങ്. താങ്ക് യു. മതിച്ചേട്ടൻ പറഞ്ഞ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി മോളുടെ നല്ല ശബ്ദം, നല്ല രസമുണ്ട്, നല്ല ഒതുക്കത്തിലല്ലേ, നല്ല ഒരു പ്രത്യേക സുഖം മോളുടെ പാട്ട്. ഹസ്കിയില് ഇപ്പൊ ഒരു സുശീലാമ്മയെ പാടിയിരിക്കുന്നത്, പക്ഷെ മോള് മോളുടേതായ സ്റ്റൈലില് എന്ത് രസമായിട്ട്, നല്ല പീസ്ഫുൾ, അല്ലെങ്കിൽ എന്തോ ഒരു എനിക്ക് എങ്ങനെ പറയണ്ടത്, പ്ലസന്റ് ആയിട്ട് നല്ല സോൾഫുൾ സിംഗിങ്, എന്തോ ഒരു ഫീല്, നല്ല രസമുണ്ട് മോള് പാടി കേൾക്കാൻ. മോളുടെ ശബ്ദത്തിന് കൊടുക്കണം 100-ൽ 100. ഞാൻ അത്ഭുതപ്പെടുക. സീസൺ അച്ഛനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. മോളുടെ അച്ഛൻ പറഞ്ഞപ്പോ സീസൺ 2-ലും 3-ലും ഒക്കെ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. പിന്നെ സീസൺ 5-ൽ വരേണ്ടി വന്നു. ഇത് മോക്ക് താല്പര്യം ഇല്ലായിരുന്നു. എന്നിട്ട് അച്ഛൻ മോളെ ഇതിലും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യ്, നമുക്ക് ലാസ്റ്റ് ആയിട്ടൊന്ന് നോക്കാടാ പൊന്നെ പ്ലീസ് എന്ന് കെഞ്ചിയിട്ടാണ് ഈ കൊച്ചു വന്നേന്ന് പറഞ്ഞപ്പം, അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും തീരെ പാടിയല്ലാത്ത പിള്ളേരോടൊക്കെയാ പറയേണ്ട അവസ്ഥ. ഉഗ്രൻ സിംഗറാ. ഞങ്ങൾക്ക് നിന്നെ കിട്ടിയില്ലായിരുന്നു, വലിയൊരു നഷ്ടം തന്നെ ആയേനെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. നന്നായി വരട്ടെ, ഇനിയും മേലോട്ട് നല്ല സൂപ്പറായി വരട്ടെ കേട്ടാ. പിന്നെ ഒരുപാട് പേർക്ക് പ്രചോദനമാണ് അല്ലേ, ഇങ്ങനെ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് വളരെ കാത്തിരുന്ന് നമുക്ക് നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാമ്പുണ്ട് ഇപ്പോൾ. വളരെ കറക്റ്റാ. അതായത് എത്ര 5 വർഷം പരാജയപ്പെട്ടിട്ടും പിന്നെയും അവര് ട്രൈ ചെയ്തു. 5ാമത്തെ വർഷം അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സെബാ മൂണിലൂടെയാണ്. നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് മുൻപോട്ട് അത് തന്നെ ആഗ്രഹിച്ച് അതിനു വേണ്ടി ട്രൈ ചെയ്താൽ എത്തും. അല്ലെങ്കിൽ പ്രപഞ്ചം എത്തിക്കും നമ്മുടെ അടുത്തേക്ക്. സെബയേക്കാളും കൂടുതലേ സെബയുടെ പപ്പയാണല്ലോ ഈ തവണയും ശ്രമിക്കാൻ പറഞ്ഞത് അല്ലേ? പപ്പയ്ക്ക് ഇരിക്കട്ടെ ഒരു കൈ. അത് സത്യം. നീ പറഞ്ഞ വാക്കുകൾ പൗലോ കൊയിലോക്കും കൂടി ഒരു നന്ദി പറഞ്ഞു. എല്ലാവർക്കും അറിയുന്നല്ലേ, ഇതിപ്പോ ആര് പറഞ്ഞാലും അറിയാം. ചേട്ടൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. മോളെ പറഞ്ഞ പോലെ തന്നെ നല്ല ശ്രുതിജ്ഞാനമുള്ള കുട്ടിയാട്ടോ. അത് ഫസ്റ്റ് തന്നെ ഞാൻ മുഴുവൻ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാനത് ചിന്തിച്ചത്. പിന്നെ മധുചേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ ഒന്നും കൂടി പറയാം. അതായത് ടെക്നിക്കൽ നല്ല ഒരു സ്ട്രക്ചറുണ്ട് മോൾക്ക്. ആ ടെക്നിക്കലിൽ നിന്നും കുറച്ചും കൂടെ നമ്മളൊരു സെൻസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ഭാവത്തിൻ്റെ തലത്തിലേക്ക് കുറച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സംഗതികളുടെ ആ ഇതുണ്ടല്ലോ അതങ്ങ് കുറച്ച് കുറഞ്ഞ് ഇച്ചിരി കൂടെ ഒരു ലൈറ്റർ വേർഷനിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റും. മോൾക്ക് വരുന്നുണ്ട് അത് പല ഭാഗങ്ങളിലും. ചില സ്ഥലത്ത് അത് ടെക്നിക്കലായിട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ റെഡിയാവും. ഓക്കെ, ഇപ്പൊ ഒരു എത്ര സ്റ്റേജായി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി കിടക്കുന്നു അങ്ങോട്ട്. അപ്പൊ നന്നായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക, അടിപൊളിയാക്കുക. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. മോളെ സെബാമൂൺ. അയ്യോ പെട്ടെന്ന് ഞാൻ ആരുമായി മാറി. മോളെ സെബാമൂൺ, നീ എവിടുന്നാണ് വരുന്നത്? ഇരിങ്ങാലക്കുട. തൃശ്ശൂർ ഞാൻ ഇങ്ങോട്ട് എടുക്കുക. നിനക്ക് ഞാൻ തരുന്നു 98 100-ൽ. അടിയൊരു സെബാമൂൺ പൂക്കുറ്റി.
ഓൾ ദ ബെസ്റ്റ് കുട്ടി. താങ്ക് യു ബൈ